ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയിൽ മൈദയും മുട്ടയും ചേർത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കയിലും ആവുന്ന പോലെ തന്നെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഇതിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം ഇപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടികൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ മുട്ടൻ്റെ തന്നെ നമുക്ക് മതിയാവും. ഇനി ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടം കൊണ്ടൊന്ന് ഇത് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ചോറിന് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലർക്കൊക്കെ ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആട്ടോ. അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ തന്നെ ആയിക്കിട്ടും ചെയ്യും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ആയി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഇട്ട് ഉണ്ടാക്കുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തുള്ളതും അതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ടാവും, അതുപോലെ തന്നെ കേൾക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയും സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം.